നിക്കെന്ന് പറഞ്ഞ മനുഷ്യന് അവൻ ജനിച്ചപ്പോഴേ 2 കൈയുമില്ല 2 കാലുമില്ല. അവനെന്താണ്, അവനെ സ്കൂളിൽ ചേർത്തെങ്കിലും സകല കുഞ്ഞുങ്ങളും അവനെ കളിയാക്കി പരിഹസിച്ചിരുന്നു. അവന്റെ വീട്ടിൽ പോലും അവനെന്താണ്, എല്ലാവർക്കും ഒരു ഭാരമായിട്ട് തീർന്നു. 2 കൈയും 2 കാലുമില്ലാത്ത ഒരു മാംസപിണ്ഡം പോലുള്ള ഒരു നിക്ക്, ഒരു കുഞ്ഞ്. അവനെ ഓർത്ത് എല്ലാവർക്കും എന്താണ് വെറുപ്പും, അവനെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടവും തോന്നി. എന്നാൽ അവൻ വെറും 7ാമത്തെ വയസ്സിൽ അവൻ ജീവിതം മടുത്തു. അതേ പ്രിയപ്പെട്ട, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, ഞാൻ ദുർബലനാണ്, എന്നെ ശക്തീകരിക്കുവാൻ ആരുമില്ല, എന്നോടൊരു നല്ല വാക്ക് പറയുവാൻ ആരുമില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നിന്നയും പരിഹാസമുള്ളൂ. എന്നെ ഒരുത്തൻ എടുത്തുകൊണ്ട് പോകണം, ഒരുത്തൻ എടുത്തുകൊണ്ടിരിക്കണം. അതേ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും മറ്റൊരുവന്റെ സഹായം വേണം. അവൻ 7ാമത്തെ വയസ്സിൽ പോലും ഭയങ്കര വിഷണ്ണനായിട്ട് തീർന്നു. അവൻ ജീവിതം അടുത്തിട്ട് അവൻ ആത്മഹത്യ വിഷാദമൂകനായിട്ട് തീർന്നു. അവൻ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ സ്കൂളിലെ തൂപ്പുകാരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ നോക്ക് പ്രിയപ്പെട്ടവരെ, പള്ളിയിലച്ഛൻ കാണുമായിരിക്കാം, തിരുമേനിയും കാണുമായിരിക്കാം, പ്രൊഫസേഴ്സും കാണുമായിരിക്കാം. പക്ഷേ ആ സ്കൂളിലെ തൂപ്പുകാരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ഇവന്റെ വേദന കണ്ടിട്ട് അവനോട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞു. അവൻ ക്രിസ്തീയ മതത്തിൽ ജനിച്ചെങ്കിലും അവനോട് ആരും സുവിശേഷം പറഞ്ഞിരുന്നില്ല, യേശുക്രിസ്തുവിനെ പറ്റി അവൻ അറിയുമായിരുന്നില്ല. എന്നാൽ ഈ തൂപ്പുകാരി അവളെ ധൈര്യപ്പെടുത്തി, മോനെ യേശുക്രിസ്തു നിന്നെ ശക്തനാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വചനം പറഞ്ഞു കൊടുത്തു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. അവന്റെ ജീവിതത്തിൽ അതൊരു പുതിയ അനുഭവമായിരുന്നു. അവനൊരു പുതിയ സൃഷ്ടിയായി. അവൻ യേശുക്രിസ്തുവിനെ സമ്പൂർണ്ണമായിട്ടും ആശ്രയിച്ചു, വിശ്വസിച്ചു. ഇന്നും അവന് കയ്യും കാലും ഒന്നും ദൈവം കൊടുത്തിട്ടില്ല. ഇന്ന് അവൻ എന്താണ് 10ഓ 50ഓ വയസ്സുള്ളവനായിട്ട് ഇന്നെന്താണ് ഈ സകല രാജ്യങ്ങളിലും അവൻ പോയി പ്രസംഗിക്കുന്നവരാണ്, പ്രഭാഷണം നടത്തുന്നവരാണ്. അവൻ ഉത്സാഹത്തോടെ പഠിച്ചു. 5ഓ 6ഓ കോളേജുകളിൽ അവൻ ലെക്ചറായിട്ട് അവൻ ജോലി ചെയ്യുന്നു. അതേ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു. ഈ കയ്യും കാലുമില്ലാത്തവൻ വിവാഹം കഴിച്ചു. അവൻ 2 പെൺകുഞ്ഞുങ്ങളുണ്ടായി. അതേ പ്രിയപ്പെട്ടവരെ, അവർ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നു. കയ്യും കാലും ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ട് നമ്മുടെ കുടുംബജീവിതം നല്ലതല്ലെങ്കിൽ ആ കയ്യും കാലും ഇല്ലാത്തവനോട് കൂടെ ചേർന്ന് ഒരു പെൺകുട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ആർക്കെങ്കിലും നിങ്ങളുടെ ദുർബലത മാറണമോ, ആർക്കെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഒഴിഞ്ഞു പോകണമോ, ആർക്കെങ്കിലും മരണഭീതി ഒഴിഞ്ഞു പോകണമോ, മനുഷ്യനോടുള്ള ഭയം വിട്ടുകള പ്രിയപ്പെട്ടവരെ. മനുഷ്യനെ മുമ്പിലുള്ള മാനം വിട്ടുകളയുവിന്. നമ്മളെ സ്നേഹിച്ച് സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഈ ഭൂമിയിലെ സകല നിന്ദകളും പരിഹാസങ്ങളും നിനക്ക് വേണ്ടി ഏറ്റെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനമേക്കാതെ അവനെ അയച്ച പിതാവിന്റെ സന്നിധിയിൽ ബഹുമാനം കാണിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി തുപ്പലേറ്റ് നിന്നേറ്റ ഈ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ മനസ്സുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ കടന്നു വരും പ്രിയപ്പെട്ടവരെ. നിങ്ങളൊക്കെ പുരുഷന്മാരാണല്ലോ, മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരാണല്ലോ, മറ്റുള്ളവരെ തല്ലി ഒതുക്കുന്നവരാണല്ലോ. യഥാർത്ഥത്തിൽ സത്യസുവിശേഷത്തിന് സാക്ഷിയായിട്ട് നിൽപ്പാൻ ശക്തിയുള്ള, അതിന് തക്കവണ്ണം മാനസാന്തരപ്പെടുവാൻ അധികാരമുള്ള, ശക്തിയുള്ള, മനസ്സുള്ള ഏതെങ്കിലും പൗരുഷമുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ കടന്നു വരുവിന്. നമുക്കൊന്നിച്ച് ഈ ദേശത്തെ യേശുക്രിസ്തുവിനെ ഘോഷിക്കാം. നിങ്ങളുടെ കുടുംബജീവിതത്തിലും സകല രാജ്യങ്ങളിലും ഇടയിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം ഘോഷിച്ചുകൊണ്ട് അവന്റെ വരവിങ്കൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അതേ പ്രിയപ്പെട്ട